നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. 1971 ജൂലൈയിലെ അഖണ്ഡജ്യോതി മാസികയുടെ ഉള്ളടക്കം. ഒറ്റ നോട്ടത്തിൽ കുറച്ച് പുസ്തകങ്ങളുടെയും താളുകളുടെയും കൂട്ടമായി തോന്നാമെങ്കിലും സത്യത്തിൽ ഇത് മനുഷ്യന്റെ ബോധമണ്ഡലത്തിലൂടെയുള്ള വളരെ ആഴത്തിലുള്ള ഒരു യാത്രയാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഡസൻ കണക്കിന് വരുന്ന ഈ ചരിത്ര ലേഖനങ്ങളെ പ്രധാനമായും 5 ഭാഗങ്ങളായിട്ടാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. 1. അഹങ്കാരത്തിന്മേൽ ദൈവികതയുടെ വിജയം. 2. ആത്മാവും സൂക്ഷ്മശരീരവും. 3. സൃഷ്ടിയുടെ അനന്തമായ രഹസ്യങ്ങൾ. 4. ശാസ്ത്രവും സമൂഹവും ഭാവിയും. പിന്നെ അവസാനമായി സ്വാർത്ഥതയിൽ നിന്ന് നിസ്വാർത്ഥതയിലേക്ക്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഭാഗം നോക്കാം. അഹങ്കാരത്തിന്മേൽ ദൈവീകതയുടെ വിജയം, അഥവാ നമ്മുടെ ഉള്ളിലെ പോരാട്ടം. ഈ മാഗസിനിലെ ഏറ്റവും ശക്തമായ ആദ്യ ലേഖനം തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഈ നിരന്തരമായ സംഘർഷത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഈ ലേഖനങ്ങളിൽ അഹങ്കാരത്തെ, അതായത് ഈഗോയെ ഒരു അസുര സ്വഭാവമായിട്ടാണ് വളരെ വ്യക്തമായി തന്നെ മുദ്രകുത്തിയിരിക്കുന്നത്. മറുവശത്തോ നല്ല സങ്കല്പങ്ങളിലൂടെയും ഉയർന്ന ചിന്തകളിലൂടെയും നമ്മൾ നേടിയെടുക്കുന്ന ദൈവികതയും, നമ്മുടെയൊക്കെ ഉള്ളിൽ എന്നും നടക്കുന്ന ആ ഒരു വലിയ പോരാട്ടത്തെ വളരെ കൃത്യമായി ഈ വരികൾ വരച്ചുകാട്ടുന്നുണ്ട്. ഇതൊരു വെറും തത്വശാസ്ത്രമൊന്നുമല്ല കേട്ടോ, ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരിക്കണം എന്ന ലേഖനം കൃത്യമായി പറയുന്നത് അതാണ്. അതായത് നമുക്കൊരു ലക്ഷ്യബോധമുണ്ടാകുമ്പോൾ അനാവശ്യമായി ഈ അഹങ്കാരം നമ്മളിൽ നിന്ന് തനിയകന്നു നിൽക്കും. അത്രയുള്ളൂ കാര്യം.